കണ്ണിലേക്ക് തുടിച്ചു കയറുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ എന്തിനാണ് വാക്കുകൾ? വള്ളംകളിയെ ദൈവികതയിലേക്ക് ഉയർത്തിയ ആറന്മുള പെരുമയ്ക്ക് ഇനി എന്തിനാണ് മറ്റൊരാമുഖം? എങ്കിലും ഒരു വട്ടം കൂടി കൗതുകങ്ങൾ കണ്ണിൽ നിറച്ചുകൊണ്ട് പള്ളിയോടത്തിലേറാം. പാടിപ്പതിഞ്ഞ ജലോത്സവ മഹിമയെക്കുറിച്ച് വീണ്ടും പാടാനല്ല, വള്ളംകളിയുടെ പുറംതൊട്ടു വളർന്ന മറ്റൊരനുബന്ധ കാഴ്ചയുടെ വിസ്മയങ്ങൾ അനുഭവിച്ചറിയാൻ. സദ്യകളിലെ മഹാസദ്യയായ ആറന്മുള വള്ളസദ്യയുടെ രുചി നുകരാൻ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അന്നദാന പ്രഭുവായ ആറന്മുളേശന് മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടായിട്ടാണ് വള്ളസദ്യ അറിയപ്പെടുന്നത്. ആറന്മുള കണ്ണാടി പോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമാണ് 64 കൂട്ടം വിഭവങ്ങളുമായി നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ സമൂഹ സദ്യ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഇന്നിവിടെ എത്തിച്ചേരുന്നത് കോടയാട്ടുകര പള്ളിയോടമാണ്. അതിനുവേണ്ടിയുള്ള സ്വീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തുഴക്കരുത്തുകൊണ്ട് പള്ളിയോടങ്ങളെ മുന്നോട്ട് നയിക്കുന്ന വീരന്മാർക്ക് നൽകുന്ന സ്നേഹവിരുന്ന്. ഇലവട്ടത്തിൽ ഏറ്റവുമധികം വിഭവങ്ങൾ നിരത്തുന്ന മഹാസദ്യയുടെ അണിയറയിലെ ആദ്യത്തെ രംഗം. അഗ്രശാലയുടെ അകത്തളങ്ങളിൽ ഒരുക്കങ്ങൾ പൊടിപൊടിക്കുകയാണ്. കറുമുറ കഴിക്കാനുള്ള വറവുകൾ ആദ്യമേ ചെയ്തു വയ്ക്കുക എന്ന സാർവലൗകിക തത്വം തന്നെയാണ് ഇവിടെയും. വറുത്തുപ്പേരികൾ 5, ഒഴിച്ചുകൂട്ടാനുകൾ 5, തൊടുകുറികൾ 5, പായസങ്ങൾ 5. അങ്ങനെ 5ന്റെ ഗുണിതങ്ങളായി പെരുകുന്ന വിഭവങ്ങളുടെ സംഖ്യാബലത്തിൽ മാത്രമാണോ ആറന്മുള വള്ളസദ്യയുടെ മഹത്വം? പമ്പാ നദിയുടെ നനവിൽ നാമ്പെടുത്ത സംസ്കാരത്തിൻ്റെ മൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറന്മുളയ്ക്ക് തീർച്ചയായും ഉണ്ടാകാം അതിൻ്റേതായ കൈപുണ്യവും. ക്ഷേത്രത്തിൻ്റെ 4 പുര കാഴ്ചകളിൽ നിന്ന് തന്നെ തിരുവാറന്മുളയപ്പൻ ആരെന്ന് വായിച്ചെടുക്കാം. അന്നദാന പ്രഭുവാണ് അദ്ദേഹം, അതുപോലെ തന്നെ ഭോജനപ്രിയനും. തിരുവോണനാളിൽ ദേവന് സദ്യയൂട്ടാൻ നിറയെ വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ടില്ലത്തു നിന്നും തുഴഞ്ഞെത്തുന്ന തിരുവോണത്തോണിയെ പിൻപറ്റിയാണ് പള്ളിയോടങ്ങൾ ആറന്മുളയിലെത്തിയത്. അകമ്പടിയായി വരുന്ന പള്ളിയോടങ്ങൾ വച്ച് ഒരു മത്സരം നടത്തിയാലെന്താ എന്ന ആശയം ഒടുവിൽ വിഖ്യാതമായ ആറന്മുള വള്ളംകളിയായി. തിരുവാറന്മുളയപ്പനെ പമ്പാനദിയായും അതിലെ വള്ളംകളിയായും അതിലൂടെ വള്ളസദ്യയുമൊക്കെയായും ബന്ധപ്പെടുത്തുന്ന ഐതിഹ്യത്തിന് അസാധാരണമായ ഒരു കാൽപ്പനിക ഭംഗിയുണ്ട്. ഇത് ആറന്മുളയെ രുചിയുടെ തലസ്ഥാനം കൂടിയാക്കുന്നു. ഊട്ടുപുരയുടെ മേളം 2ാം കാലത്തിലേക്ക്. ഒഴിച്ചുകൂട്ടാനുകളിലെ പ്രധാന വേഷങ്ങൾ വരവായി. ഊട്ടുപുരയുടെ കൺപോളകൾ അടയ്ക്കാൻ അങ്ങനെ അനുവദിച്ചുകൂടാ. പകലിൻ്റെ പന്തീരടിക്ക് മുമ്പ് തന്നെ എല്ലാം ചെയ്തു തീർക്കാനുള്ള ആവേശമന്ത്രങ്ങൾ ആറന്മുളയ്ക്ക് സ്വന്തമായുണ്ട്. ഈ ചെറുപയർ വറുത്ത് ചെറിയ ചൂടിട്ട് വറുത്ത് അത് തണുപ്പിക്കണം. നിർത്തിയിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞ് ഇതിനെ തിരികല്ലിട്ട് ഇങ്ങനെ കറക്കണം. അതിനെ അലയാക്കുന്നതെന്ന് പറയുന്നത്. ഇതാണ് പാറ്റി അവന് കൂട്ടാൻ പറ്റുന്നത്. ഇതാണ് ആദ്യത്തെ സദ്യ തുടങ്ങുമ്പോൾ പരിപ്പും പപ്പടവും ഈ ചെറുപയറാണ്. ഉപ്പിൻ്റെയും എരിവിൻ്റെയും പുളിയുടെയും കയ്പിൻ്റെയും പല വിധാനങ്ങളിലൂടെ നീങ്ങുന്ന സദ്യയുടെ മോക്ഷപദമാണ് പായസത്തിൻ്റെ മധുരം. 5 കൂട്ടം പായസങ്ങൾ ഒരുക്കാനുള്ള ധന്യമുഹൂർത്തമാണ് ഇനി. സാധനങ്ങൾ റെഡിമെയ്ഡായി കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ എന്തിനാണ് രാവിൽ ഈ അധ്വാനമെന്ന് ചോദിക്കാം. ഇതൊന്നും പറ്റില്ല എന്നാണ് ആറന്മുളക്കാരുടെ ഉത്തരം. വള്ളസദ്യ എന്ന മഹാനൈവേദ്യത്തിലേക്കുള്ള വഴിയിൽ ആറന്മുളയ്ക്ക് കുറുക്കു വഴികൾ ഇഷ്ടമല്ല. ആറന്മുള വള്ളസദ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലോകത്തെങ്ങും ഇല്ലാത്തൊരു സദ്യയുടെ ഇതാണ്, പ്രത്യേകതയാണ്. ഉപ്പേരി തന്നെ ചേമ്പുപ്പേരി, ചേന ഉപ്പേരി, ഏത്തയ്ക്ക ഉപ്പേരി, ശർക്കര വരട്ടി, ഉണ്ണിയപ്പം, അപ്പം, വട, എള്ളുണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതുപോലെ അച്ചാർ തന്നെ 6 ഐറ്റം. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളി അച്ചാർ, അമ്പഴങ്ങ, നെല്ലിക്ക. പാടി ചോദിക്കുന്ന ഐറ്റം നിന്ന് ഒരുപാടുണ്ട്. അതുകൂടാതെ തന്നെ പരിപ്പ്, സാമ്പാർ, പ്രഥമന്, പുളിശ്ശേരി, രസം, പച്ചമോര് എന്നീ ഐറ്റങ്ങളും 4 കൂട്ടം പായസം: അടപ്രഥമൻ, കടലപ്രഥമൻ, പാൽപ്പായസം, പഴം പായസം. ഇതുകൂടാതെ തന്നെ പാടി ചോദിക്കുന്ന ഏത്തയ്ക്ക ഞുറുക്ക്,
പഴഞ്ചുറുക്ക്, അട, പിന്നെ പാളത്തൈര്, പിന്നെ ഉപ്പുമാങ്ങ, തോരനൈറ്റം തന്നെ 5 ഐറ്റമുണ്ട്. ചെഞ്ചീര, മടന്ത, തകര, ഏത്തയ്ക്ക, കൂമ്പ് തോരൻ എന്നീ 5 ഐറ്റങ്ങൾ എല്ലാം വള്ളക്കാർ വള്ളത്തിൽ വന്നിട്ട് പാടി ചോദിക്കുന്ന വിഭവങ്ങളാണ്. എല്ലാം കൂടി 56 ഐറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം തലേദിവസം രാവിലെ 8 മണി തൊട്ട് പിറ്റേ ദിവസം 9 മണിയാകുമ്പോഴത്തേന് ഇതെല്ലാം ചെയ്ത് നമ്മൾ തീർത്തിരിക്കും. അതാണ് ആറന്മുള വള്ളസദ്യയുടെ പ്രത്യേകത. 50ഓളം വിഭവങ്ങൾ നിരത്തുന്ന സദ്യയുടെ നാക്കിലയിലേക്ക് ഇനിയും ദൂരമേറെയുണ്ട്. തീയും പുകയുമേറ്റ് ഒരു രാവ് മുഴുവൻ ഉറക്കമിളച്ചിരുന്നാലും കാണാത്ത അറിയാത്ത എന്തൊക്കെയോ പിന്നെയും ബാക്കി. വഴിപാട് സദ്യയ്ക്ക് കരാർ എടുത്തവർ നാക്കിലയിൽ എന്തൊക്കെ വച്ചാണ് എണ്ണം തികയ്ക്കുന്നതെന്ന് കാണാൻ ഇനിയും കാത്തിരിക്കണം. രാവിൽ സുഖമായി ഉറങ്ങുന്നവർക്ക് പ്രഭാതം പുതിയ ശുഭാരംഭത്തിനുള്ളതാണ്. എന്നാൽ രാവിൻ്റെ യാമങ്ങൾ മുഴുവൻ വള്ളസദ്യയുടെ പാചകപ്പുരയിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ദൗത്യത്തിൻ്റെ ശുഭപര്യവസാനം കൂടിയാണ് ഈ നേരം. വള്ളസദ്യ വഴിപാട് നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത്. വഴിപാട് സമർപ്പിക്കുന്നയാൾ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2 പറകളാണ് നിറയ്ക്കുന്നത്. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. ക്ഷേത്ര ശ്രീകോവിൽ നിന്നും മേൽശാന്തി പൂജിച്ച് നൽകുന്ന മാലയും വെറ്റയും പുകയിലയുമായി അതാത് പള്ളിയോടങ്ങൾ അവരുടെ കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്നു. അതിനുശേഷം കരനാഥന്മാർക്ക് വെറ്റില, പുകയില എന്നിവ കൊടുത്ത് അവരെ വഴിപാട് നടത്തുന്നയാൾ കരമാർഗം വന്ന് ഇവരെ സ്വീകരിക്കുകയാണ്. ആറന്മുളയുടെ തനിമയും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് വള്ളങ്ങൾ പമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ഇവിടെ എത്തുന്നത്. ഇതിൻ്റെ വടക്കേ ഗോപുരനടയിലാണ് വള്ളങ്ങൾ എത്തിച്ചേരുന്നത്. ആറന്മുള വള്ളസദ്യയുടെ 1-ാം രംഗം ഊട്ടുപുരയിലെ കലവറയായിരുന്നെങ്കിൽ 2-ാം രംഗത്തിൻ്റെ നിറപ്പൊലിമയാർന്ന കാഴ്ച തുടങ്ങുന്നത് പമ്പയുടെ വിശാലമായ ഈ ഫ്രെയിമിലാണ്. സദ്യ ഏറ്റുവാങ്ങാൻ ചുണ്ടൻ വള്ളങ്ങളിൽ യാത്ര പുറപ്പെടുന്നത് തന്നെ ഒരു ഉത്സവമാണ്. ഓണക്കാലമെത്തിയാൽ പമ്പയുടെ ഇരുകരകളിലുമുള്ള 53 ദേശങ്ങളിലും ഇതേ ആവേശത്തോടെയുള്ള പടപ്പുറപ്പാട് കാണാം. ദേശത്തിൻ്റെ ആമാദ ചൂടം നിറയെ വായ്ത്താരിയുടെ തുടിപ്പുകൾ. പമ്പയുടെ ഇരുകരകളിലും അതിൻ്റെ കോരിത്തെരിപ്പ്. കായൽ പരപ്പിൽ മാത്രം സാധ്യമാകുന്ന വള്ളംകളിയെ ആറന്മുളയാറ്റിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ ശരീരപ്രകൃതിയാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ക്രമാനുഗതമായി വളരുന്ന പുഴ ആറന്മുളയിലെത്തുമ്പോൾ പക്ഷേ നെഞ്ചും വിരിച്ച് നിവർന്നു നിൽക്കുകയാണ്. വള്ളംകളി ഉൾപ്പെടെയുള്ള മായിക കാഴ്ചകളും അനുബന്ധോത്സവങ്ങളും കലാനുഷ്ഠാനങ്ങളും നിർമ്മാണകലയുമൊക്കെ ആറന്മുളയെ സ്വന്തം തട്ടകമാക്കി മാറ്റിയത് അതിൻ്റെ പ്രാകൃതിക സവിശേഷതകൾ കൂടി കൊണ്ടാണ്. ഇതാണ് ഉത്തമസ്ഥാനം എന്ന് ആരും പറഞ്ഞു പോകുന്ന ഭൂപ്രകൃതി. ഭാരതവർഷത്തിലെ 108 വൈഷ്ണവാലയങ്ങളിലൊന്നിനെ ആറന്മുളയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണവും അതാകാം. ഇതിന് ശേഷമുള്ള ചടങ്ങുകളെ പറ്റി പറയുകയാണെങ്കിൽ വള്ളപ്പാട്ട് പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നതാണ് ഇതിന് ശേഷമുള്ള അടുത്ത ചടങ്ങ്. വഴിപാടുകാരൻ്റെ കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും ഒന്നിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ വീട്ടുകാർ ഊണ് കഴിക്കാറുള്ളൂ. ഭഗവാൻ പാർത്ഥസാരഥി നേരിട്ട് വള്ളത്തിൽ വരുന്നതിനാൽ വള്ളപ്പാട്ട് പാടി ചോദിക്കുന്ന വഞ്ചിപ്പാട്ട് പാടി ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും നൽകണം എന്നാണ് അതിൻ്റെ സങ്കല്പം. ഇത് ഉണ്ട് കഴിയുന്നവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം ഇതിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു ഘടകം. ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് വിശ്വാസത്തിൽ. എല്ലാ സാധനങ്ങളും അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ എത്തിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത്. പമ്പാ നദി ഉള്ളിലൊളിപ്പിച്ച ചുഴികളെയും മധുരകളെയും തരണം ചെയ്തെത്തിയ സാഹസികരെ ഇലയിട്ട് കാത്തിരിക്കുകയാണ് മുമ്പിൽ കാണുന്ന മഹാക്ഷേത്രം.
ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് നദോന്നതിയുടെ നിമ്നോന്നതങ്ങളിലൂടെ ക്ഷേത്രത്തിലേക്കെത്തുന്ന തുഴവീരന്മാരെ താലപ്പൊലിയും അഷ്ടമംഗല്യവും കൊണ്ട് സ്വീകരിക്കുന്നു. സദ്യകൾ പൊതുവെ രുചിഗന്ധങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമാണുള്ളതെങ്കിൽ ആറന്മുളയിലെ ഈ വിരുന്ന് കണ്ണിനും കാതിനും കൂടിയുള്ളതാണ്. ചഞ്ചൽ ചില്ലി വിലാസം ത്രിഭുവനമഖിലം കാത്തു രക്ഷിക്കുമാദ്യൻ പഞ്ചാനാം പാണ്ഡവനാം പ്രിയസഖി തിരുവാറൻ പുളത്തമ്പുരാൻ എന്നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടാതിനനിശം കാലമേ കൈതൊഴുന്നേൻ. വഞ്ചിപ്പാട്ടിന്റെ താലവൃന്ദത്തിന് നടുവിലൂടെ നിവേദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര, രസനേന്ദ്രിയത്തെ തുഴയാക്കുന്ന മറ്റൊരു വള്ളംകളി. വള്ളസദ്യക്ക് വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത് പാട്ടിലൂടെയാണ്. വള്ളസദ്യയുടെ വിഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 64ലധികം ഇനം കറികളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത് അവിയൽ തുടങ്ങി പരമ്പരാഗതമായ നിരവധി പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, കാളൻ, രസം, ആളത്തൈര്, അവിയൽ, ഓലൻ, പുളിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, അങ്ങനെ പപ്പടം അടക്കം നിരവധി ഡ്രൈ ഫ്രൂട്ട്സ് അടക്കം നിരവധി ഇനം പായസങ്ങളടക്കം നിരവധി വിഭവങ്ങളോടെ 64 വിഭവങ്ങളിൽ ചോദിച്ചു വാങ്ങുന്ന ഐറ്റംസ് ചേർത്ത് കൊടുത്ത് എല്ലാവരുടെയും പ്രത്യേക വിശേഷമാണ് വള്ളസദ്യ തീരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ നൽകുന്നതാണ് മുന്നോട്ട്. ഇപ്പോൾ ഇവിടെ വള്ളസദ്യ തുടങ്ങിക്കഴിഞ്ഞാണ്, നമുക്ക് കേൾക്കാം. അവർ ചോദിച്ച് വാങ്ങുന്ന ഐറ്റംസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു വഴിപാട് തന്നെയാണിത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് നടക്കാം. ഇഷ്ടവിഭവങ്ങൾ പാട്ടിലൂടെ ആവശ്യപ്പെടുന്നതേ കൗതുകം. വിളിച്ചു ചോദിക്കുന്നതിൻ്റെ ഈരടികൾ അവസാനിക്കും മുമ്പ് തന്നെ ഇലയിൽ അതെത്തിച്ചു കൊടുക്കുന്നത് അതിലേറെ കൗതുകം. വിഭവങ്ങളുടെ വരവ് പൂർത്തിയാകുമ്പോൾ നാക്കിലേക്കുണ്ടാകുന്ന നിറവിൻ്റെ പൂർണ്ണരൂപം ഇനി കാണിക്കാം. നാക്കിലയിൽ 60ൽ പരം വിഭവങ്ങൾ നിരത്തുന്ന കാഴ്ചയെ എങ്ങനെ വർണ്ണിക്കാം? വിശേഷണത്തിനായി ഒരൊറ്റ വാക്ക് തിരയുന്നവർക്ക് വേണമെങ്കിൽ ഇതാ ഒരു പ്രയോഗാലങ്കാരം: രുചിയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്. സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിക്കും. ഇവിടെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ പറ ഇത് മറിക്കണം. ഇതിന് പറ തളിക്കുക എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിയോട് കരക്കാർ ദക്ഷിണ വാങ്ങി അതിനുശേഷം വഴിപാടുകാരെ അനുഗ്രഹിക്കും. പിന്നീട് വഞ്ചിപ്പാട്ട് വീണ്ടും തുടങ്ങി അഷ്ടമംഗല്യവും വിളക്കും ഒക്കെ നൽകി ക്ഷേത്രത്തിന് വീണ്ടും പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് തിരിച്ച് ആനയിക്കുന്നു. വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് തന്നെ വന്ന് കരക്കാരെ എല്ലാവരെയും അതേ സ്നേഹാദരങ്ങളോടെ തിരികെ യാത്രയാക്കുന്നു. വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞിട്ടാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർ അതിനുശേഷമാണ് കഴിക്കുന്നത്. ഇങ്ങനെയാണ് ആ ചടങ്ങുകൾ അവസാനിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. ഇന്നത്തെ വഴിപാട് നടത്താൻ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു വഴിപാട്ടുകാരനാണ് ഞാൻ. ഇന്നത്തെ എൻ്റെ വഴിപാട് കോടിയാട്ടുകര പള്ളിയോടത്തിനായിരുന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഈ വള്ളസദ്യ. ഇത് പല അനുഭവങ്ങളും പലർക്കുമുണ്ട്, അങ്ങനെ ഒരു അനുഭവം എനിക്കുമുണ്ട്. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമായതിനു ശേഷമാണ് ഞാൻ ഇന്ന് ഈ സദ്യ നടത്തിയത്. ഈ സദ്യ നടത്തുമ്പോൾ നമ്മൾ ആ സദ്യയിൽ പങ്കെടുക്കുന്ന പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാർ മുതൽ നമ്മൾ പോയി ക്ഷണിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടെ എത്ര പേര് ആ സദ്യയിൽ പങ്കെടുക്കുമെന്നോ എത്ര പേര് ഇവിടെ വരുമെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാം ഒരു ഭഗവാന്റെ കടാക്ഷം പോലെ എല്ലാം ഈ പള്ളിയോളത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. ഇന്ന് വന്ന് വളരെ മംഗളമായിട്ട് ഈ സദ്യ വന്ന് എല്ലാവരും അന്നദാനം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ പിരിയാൻ സഹായിച്ചു.
അപ്പം തിരുവാറന്മുളയപ്പന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാര്യം ഇങ്ങനൊരു വളരെ സന്തോഷകരമായ ഒരു അവസരമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇന്ന് കടന്നു പോകുന്ന വ്യാധിയുടെയും ഒരു വല്ലാത്ത കാലാവസ്ഥയിൽ കൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. അപ്പം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് സമൂഹത്തിനുണ്ട്. അപ്പം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വള്ളസദ്യ വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു വഴിപാടാണ്. തിരുവാറന്മുളയപ്പൻ്റെ മുമ്പിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ച് വള്ളസദ്യ വഴിപാടായിട്ട് നേർന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2018 ഞാൻ വള്ളസദ്യ വഴിപാട് നടത്തിയിരുന്നു. ആ പ്രളയത്തിൻ്റെ കാലത്താണ് വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വള്ളസദ്യ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. വള്ളം കൊണ്ടുവരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ തിരുവാറന്മുളയപ്പൻ്റെ കടാക്ഷത്താൽ വള്ളസദ്യ വളരെ ഭംഗിയായിട്ട് നടത്താനും വഴിപാടിൽ പങ്കെടുത്ത എല്ലാവർക്കും അന്നം കൊടുത്ത് അവർക്ക് തൃപ്തി വരുത്തുവാനും കഴിഞ്ഞു. എൻ്റെ അഭീഷ്ടം അതിവിടെ ഞാൻ പറയുന്നില്ലേ, പക്ഷേ അഭീഷ്ടം സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ 52 കരയിലെ പള്ളിയോടം കരക്കാരും തിരുവാറന്മുളയപ്പനെ വിശ്വസിച്ച് അഭീഷ്ട സാധ്യതനായിട്ട് നടത്തുന്ന വലിയൊരു വഴിപാടാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. അത് ഇവിടെ എല്ലാവർക്കും അനുഭവമുണ്ട്. ആ അഭീഷ്ട സാധ്യം ഉണ്ടാകുന്നു എന്ന്. ഈ പള്ളിയോട സാംസ്കാരിക സമിതി എന്നൊരു സംഘടന, പള്ളിയോട സേവാ സംഘം എന്ന സംഘടനയാണ് അതിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത്. അത് 52 പള്ളിയോട കരകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പള്ളിയോട സേവാ സംഘം. ഈ കൂട്ടായ്മ ആറന്മുള പള്ളിയോട സാംസ്കാരിക സമിതി എന്ന കൂട്ടായ്മ ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെ രൂപപ്പെട്ട് ഇപ്പോൾ ഒരു രജിസ്റ്റേർഡായിട്ട് സംഘടനയാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയോടങ്ങളുമായി, ക്ഷേത്രങ്ങളുമായി, ആറന്മുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട വിധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. മാത്രമല്ല 2018 പ്രളയത്തിന് ശേഷം നമ്മൾ അങ്ങ് കിഴക്ക് എടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള എല്ലാ കരകളിൽ നിന്നുള്ള ആൾക്കാരുടെ കൂട്ടായ്മ വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥകളും ഈ വെള്ളം പൊങ്ങുന്നുള്ള അവസ്ഥകളും നമുക്ക് 2018 പറ്റിയ ഒരു ഏറ്റവും വലിയ പിഴവെന്ന് പറയുന്നത് റാന്നിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മുടെ താഴോട്ട് എത്രത്തോളം വെള്ളം വരുന്നു എന്നുള്ള ഒരു സാഹചര്യം നമുക്കത് മുൻകൂട്ടി അറിയാൻ സാധിക്കാതിരുന്ന ഒരു വലിയൊരു പിഴവ് നമുക്ക് പറ്റി. അതിനാലാണ് പല മേഖലകളിലും ഭയങ്കരമായ നാശനഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്തത്. ഈ 2018 ശേഷം നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ വഴി, ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയിട്ട് അവിടെയുള്ള ഇടക്കുളം മുതൽ റാന്നി എന്നുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ അപ്ഡേറ്റുകൾ താഴോട്ട് പറയുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പള്ളിയോടത്തിൻ്റെ ആൾക്കാർ അത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു സദ്യയെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക എന്ന അർത്ഥമില്ലായ്മ ഇവിടെ വച്ച് നിർത്തുകയാണ്. വിഭവങ്ങളുടെ എണ്ണത്തിലുമപ്പുറമുള്ള വള്ളസദ്യയുടെ വണ്ണം എന്താണെന്ന് തെളിയിക്കുന്ന കാര്യകാരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. രുചിക്കൂട്ടുകളുടെ ചേർച്ചയും പാരസ്പര്യവുമാണ് സദ്യയെ മഹത്തരമാക്കുന്നതെങ്കിൽ അതിൻ്റെ പൊരുൾ ഏറ്റവും നന്നായി അറിഞ്ഞ നാടാണ് ഈ തിരുവാറന്മുള. തുഴച്ചിൽക്കാർ തമ്മിലുള്ള പാരസ്പര്യമാണല്ലോ പള്ളിയോടത്തെ മുന്നോട്ട് നയിക്കുന്നത്. നാക്കിലയിലെ രുചി ഉത്സവത്തിൻ്റെ പ്രമാണവും അതുതന്നെയല്ലേ?